എടാ മനോജെ, നീ ഇതെന്ന് ഗൾഫിൽ നിന്ന് വന്ന്? ഇതാര് പുളിഞ്ചിക്കുവാ? എന്താ കണ്ടളിയാ, ഞാൻ ഇന്ന് രാവിലെ വന്നതാ. നീ എന്നാ തിരിച്ചു പോണത്? നിനക്ക് വേറെ എന്തെല്ലാം കാര്യങ്ങൾ ചോദിക്കാണ്ടാ? വന്നിങ്ങോട്ട് ഇറങ്ങിയില്ല, അതിനു മുമ്പേ പോന്ന കാര്യം തിടുക്കോ? ഇതൊക്കെ ഒരു നാട്ടിടപ്പ് ചോദ്യമല്ലേ? ആട്ടെ, നീ അടിക്കാൻ സാധനം കൊണ്ടുവന്നാ? പിന്നെ ബ്രൂട്ടിന്റെ സ്പ്രേ കൊണ്ടുവന്നിട്ടുണ്ട്. പോവാൻ നേരത്ത് ഒരെണ്ണം തരാം, അടിച്ചോണ്ട് കിടന്നു. അതല്ലടാ, അടിക്കുന്ന മറ്റേ സാധനം. അടിക്കുന്ന സാധനം അതെന്റെ ഇളയെ കൊച്ചു വെച്ച് അടിച്ചോണ്ടിരിക്കടാ. അവള് കളിച്ചിട്ട് തരും. ഇല്ല, അടിക്കുന്ന ഡോലക്കല്ലേ, അവള് കളിച്ചിട്ട് തരും. പക്ഷെ നീ ഇവിടെ കളിച്ചിട്ടുള്ള സാധനം വച്ചിട്ട് പോണം. നിന്റെ പഴയ സ്വഭാവം കാണിച്ചു. മുണ്ടിന്റെ അടി ചുരുക്കണ്ട പൊയ്ക്കളയല്ലേ. കാര്യം ആ കൊച്ചു കിടന്ന് കാറോടെ. നീ ചുമ്മാ പോടെ തമാശിക്കാതെ. എടാ, അടിക്കുന്ന കുപ്പി കൊണ്ടുവന്നിട്ടുണ്ടെന്നാണ് ചോദിച്ചത്. നിനക്ക് എത്ര കുപ്പി വേണോടെ? നീ ആ ചായപ്പിലോട്ടോ, അവിടെ 2-3 ചാക്ക് കുപ്പി ഇരിപ്പുണ്ട്. നിന്റെ പഴയ പണിയൊക്കെ നിർത്തിട്ട് നീ ആക്രി കച്ചവടം തുടങ്ങിയടേ. എടാ, മലരെ മദ്യം കൊണ്ടുവന്നിട്ടുണ്ടോന്ന്? ഓഹോ, അതായിരുന്നോ? നമുക്ക് വൈകിട്ട് സാധനം പുറത്തെടുത്തിട്ട് നമ്മുടെ പഴയ സ്ഥലത്ത് കൂടാം. അത് മതി. കൂടുന്ന കാര്യം കേട്ടാ മതി എനിക്ക്. എടാ, നീ ജയിലിലായിരുന്നൊക്കെ കേട്ട്. എന്തായിരുന്നു കേസ്? നീ എന്ന് ഇറങ്ങി? പഴയ പോലെ ഒന്നുമില്ല. നമ്മുടെ നാട്ടിൽ ഒരു പണിയില്ല. പട്ടിണി കിടന്ന് ചാകണ്ടെന്ന് കരുതി ഞാൻ കുറച്ചാൾ ജയിലിൽ പോയി കിടന്നു. അതാകുമ്പോ സമയത്തിന് ഭക്ഷണവും ഉണ്ട്, നല്ല താമസവുമാണ്, ടൈം പാസിന് ക്യാരം ബോർഡും പിന്നെ ചെസ്സും ടിവിയും ഒക്കെ ഉണ്ട്. പോരാനി ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോഴേ അവിടെ ജോലി ചെയ്തതിന്റെ പൈസയും കിട്ടും. ഈ പാവപ്പെട്ട നമ്മളെ പോലുള്ളവരുടെ ഒരു ഗൾഫാണ് നമ്മുടെ നാട്ടിലെ ജയിലുകൾ. ആട്ടെ, നീ ഏതൊരാളെ തട്ടിയിട്ട് അകത്ത് പോയത്? ഞാൻ മനുഷ്യന്മാരെ ഒന്നും ചെയ്തില്ല. നമ്മുടെ നാട്ടിലൊക്കെ മനുഷ്യന്മാരെ തട്ടിയാലേ പുല്ല് വിലയാടാ. ശിക്ഷ കിട്ടാൻ തന്നെ പാടാണ്. ഞാൻ നേരെ പോയി ഒരു പട്ടിയെ കല്ലെടുത്തങ്ങ് എറിഞ്ഞു. എന്നിട്ട് ആ വീഡിയോ എടുത്ത് ഞാൻ ഫേസ്ബുക്കിൽ വിട്ടു. 2ന്റെ അന്ന് പോലീസ് വീട്ടിൽ വന്ന് എന്നെ തൂക്കിക്കൊണ്ട് പോവുകയും ചെയ്തു. ഇനി ജയിലിൽ നിന്ന് കിട്ടിയ പൈസ തീർന്ന ശേഷം ഒരു പട്ടിയും കൂടെ കല്ലെടുത്ത് എറിയണം. ഇവിടെ മൃഗങ്ങളുടെ വില പോലും ഒരു മനുഷ്യനില്ലല്ലേ? സത്യം പറഞ്ഞ ഇവിടെ സൗദിയിലെ നിയമം വരണം എങ്കിൽ ഈ രാജ്യത്തുണ്ടല്ലോ കുറ്റകൃത്യ മുക്ത രാജ്യമായിട്ട് മാറിയ. അതെടാ, നമ്മുടെ ഈ നാട്ടിലെ മെയിൻ പ്രശ്നം എന്താണെന്നറിയോ? നമ്മുടെ നാട്ടിലുള്ളവർക്ക് ജോലി ക്ഷാമമാണ്. ജോലിയില്ല. ഇവിടെ ഉള്ളവർക്ക് ജോലി കൊടുക്കാതെ ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് ജോലി കൊടുക്കും. അതാണ് നമ്മുടെ നാട്. ഇതര സംസ്ഥാന തൊഴിലാളികളായതുകൊണ്ട് ഇവിടുത്തെ കൺസ്ട്രക്ഷൻ കമ്പനിയിലെ വർക്കുകൾ പെട്ടെന്ന് തീരുന്നുണ്ട്. മലയാളീസ് വല്ലതായിരുന്നു 2 ദിവസം പണിക്ക് പോകും, 3-ന്റെ അന്ന് മുമ്പ്. ഈ മലയാളീസ് ഗൾഫിൽ പോയാലോ 2 വർഷം അവിടെ കിടന്ന് മാക്ക ചേർത്തുകൊണ്ട് പണി ചെയ്യാനും അറിയാം. പലരും വീട് ലോൺ വെച്ച് ഗൾഫിലോട്ട് കയറിപ്പോയി. എന്നിട്ട് 2 കൊല്ലം അവിടെ നിന്ന് ഈ ലോണെല്ലാം അടച്ചു തീർക്കും. എന്നിട്ട് പതുക്കെ കഴിഞ്ഞ് കയറി പോവുകയും ചെയ്യും. എന്റെ സംശയം അതല്ലേ, പിന്നെ ഇവര് എന്തിനാണ് ഈ ഗൾഫിൽ പോയത്?